പിതാവിനെ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവിടെ കൂടിയിരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ളവർ, ഏവർക്കും ആദ്യമായി തന്നെ പെന്തക്കോസ്തിനാണ് മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുകയാണ്. എല്ലാ വർഷവും നമ്മുടെ തീർത്ഥകേന്ദ്രത്തിൽ ഈ ദിവസം നമ്മൾ വിപുലമായ ശുശ്രൂഷകൾ നമ്മൾ ക്രമീകരിക്കാറുണ്ട്. ഈ ദിവസം നമുക്ക് ഭാഗ്യമാണ്, പിതാവ് തന്നെയാണ് നമുക്കതിനെ നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന അഭിനന്ദയ പിതാവിന് ഏറ്റവും സ്നേഹത്തോടെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധയാണ് ദൈവം കൊടുത്തിട്ടുള്ളത് എന്ന് ഇത് നമ്മൾ അവഗണിക്കരുത്. ഇത് തിരിച്ചറിയാതെ പോകരുത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനും എന്റെ ദൈവവും എന്ന ആ ബന്ധം നമ്മുടെ അടിസ്ഥാന ബന്ധമാണ്. അതിൽ ഒരു ക്രമക്കേട് ഉണ്ടാകരുത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുക, ഞാൻ നിന്നോടല്ല നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുക. പക്ഷെ ദൈവം നിന്നോട് സംസാരിക്കും. അത് പിടിച്ചെടുക്കണം, അത് പിടിച്ചെടുക്കണം. അതിന് ഇപ്പോ 9:30 തൊട്ട് 4 വരെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം. അതിലൂടെയായിരിക്കും ദൈവം എന്നോട് സംസാരിക്കാൻ പോകുന്നത്. ആ വാക്ക് എപ്പോഴാണ് വരിക അത് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കും. ചിലപ്പോൾ പാർട്ടിയുടെ ഒരു ലൈനായിരിക്കാം, ചിലപ്പോൾ ഒരു ആക്ഷനായിരിക്കാം. കർത്താവ് പത്രോസിനെ നോക്കി സംസാരിക്കുന്നുണ്ട് എങ്കിൽ ദൈവം എന്നിൽ പ്രവർത്തിക്കും. എന്റെ ഹൃദയത്തിൽ, എന്റെ ആത്മാവിൽ എന്തെങ്കിലും ചലനമുണ്ടാകും. ദൈവം എന്നോട് സംസാരിക്കുന്നില്ല എങ്കിൽ ഒരു ചലനമുണ്ടാകില്ല. പാറ പോലെ ഇരിക്കും. ഒന്നുകിൽ ഞാൻ സഹകരിക്കാത്തത് കൊണ്ട് അങ്ങനെ ഉണ്ടാകാം, അല്ലെങ്കിൽ ദൈവം എന്നെ ഉപേക്ഷിച്ചത് കൊണ്ട് അങ്ങനെ ഉണ്ടാകാം. എനിക്കൊന്നും സംഭവിച്ചില്ല. മറ്റൊരു പ്രൊഫഷനായിട്ട് ഒരു അച്ഛൻ ഉണ്ടായിരുന്നു. കൊല്ലമൊന്നും നോക്കണ്ട. അപ്പൊ നമ്മൾ കഴിഞ്ഞിട്ട് തൃശ്ശൂർ മൈനസ് സെമിനാരിയിൽ വെച്ച് ഒരു റിസപ്ഷൻ ഉണ്ട്. അച്ഛന്മാരായിട്ട് എല്ലാവരും വിളിച്ചിട്ട് അപ്പൊ നമ്മുടെ പ്രശ്നം അവിടെ എത്തിയിട്ടുണ്ട്. സപ്പർ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങൾ മൈനസ് സെമിനാരിയിലെ 15-17 വയസ്സുള്ളവർക്ക് ഈ പുതുതായിട്ട് പട്ടം കിട്ടിയ അച്ഛന്മാരായിട്ട് നമ്മൾ സംസാരിക്കാനൊക്കെ സമയമുണ്ട്. അപ്പൊ ഞാൻ അതെനിക്ക് പറഞ്ഞിട്ട് വെച്ചോ, ഈ പട്ടം കിട്ടിയ ഒരു അച്ഛനോട് ഞാൻ ചോദിച്ചു, പട്ടത്തിന്റെ സമയത്ത്, കാരണം നമ്മുടെയൊക്കെ വിശ്വാസവും നമ്മൾ കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ ഒക്കെ വെച്ചിട്ട് ഞാൻ ഈ അച്ഛനോട് ചോദിച്ചു, അച്ഛാ അന്ന് കൊണ്ടുള്ള പിതാവാണ്, പിതാവ് അച്ഛന്റെ തലയിൽ കൈവച്ച് പട്ടം തരുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ദൈവം ഒരാളെയും കൈവിടില്ല. വേണ്ടത് നമ്മുടെ സഹകരണം. ഈ സഹകരണം എന്ന് പറഞ്ഞ വാക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒന്ന്, ദൈവവുമായിട്ട് നമ്മൾ സഹകരിക്കുന്നത്
നന്മ. ദൈവവുമായിട്ട് സഹകരിക്കാതിരിക്കുന്നത് തിന്മ. ദൈവവുമായിട്ട് സഹകരിക്കുന്നത് അനുഗ്രഹം. ദൈവവുമായിട്ട് സഹകരിക്കാതിരിക്കുന്നത് ദുരന്തം. മൂന്നാമത്തെ കാര്യം, അമ്മകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ശുശ്രൂഷ 8 മണി മുതൽ 2 മണി വരെ ഉണ്ട്. ഒരിക്കലും ഒരാള് എന്നോട് പറഞ്ഞ്, പിതാവിനെ അദ്ദേഹത്തിന്റെ സഹോദരി ഒരു സിസ്റ്ററാണ്, ആ സിസ്റ്ററാണ് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, പിതാവ് എൻ്റെ ആങ്ങള ഇംഗ്ലണ്ടിലാണ്, അവന് പിതാവിൽ നിന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പോകുന്നുണ്ട്. ഞാൻ പിതാവിന് നമ്പർ കൊടുത്തോ, അങ്ങനെ ഫോൺ നമ്പർ എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പിതാവിൻ്റെ അടുത്തേക്ക് കൗൺസിലിംഗ് എന്ന് പറയാൻ അങ്ങനെ ഒരു ദിവസം വന്നു. ഇംഗ്ലണ്ടിൽ നിന്നാണ് വന്നത്. കേൾക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കരുണ മാത്രമാണ് എങ്കിൽ ആ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് ബാധ്യതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊറോണ കാലത്ത് പത്രത്തിൽ വന്നത് മോശമല്ലേ, അതൊരു തരം താണ പണിയല്ലേ, അതായത് കരിസ്മാറ്റിക്കാരുടെ തരം താണവരാണ്. അവരൊന്നും നോർമൽ അല്ല. അല്ലേലിയ പറയുന്നത് സ്റ്റാൻഡേർഡ് പോരാ. അപ്പൊ ഞാൻ പറയും, ഞാൻ അല്ലേലിയ പറഞ്ഞിട്ടാണ് വിശുദ്ധായെങ്കിൽ ഇനി ഞാനത് പറയാതിരുന്ന ദൈവം എന്നെ ശിക്ഷിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് ഹീബ്രു ഭാഷയിൽ അത് ആദ്യം എഴുതിയെന്നുള്ളൂ. ഇത് യോഹന്നാൻ കേട്ടത് സ്വർഗത്തിലാണ്. അപ്പൊ ഇത് സ്വർഗീയ ഭാഷയുടെ വാക്കാണ്. അപ്പൊ സ്വർഗീയ വാക്ക്, ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എത്രമാത്രം ശക്തിയാണ് നമുക്ക് കിട്ടുക, എത്ര എനർജി നമുക്ക് കിട്ടാം. കാരണം ആ സമയത്ത് നമ്മുടെ സ്വരം ദൈവ ദൂത ഗണങ്ങളുടെ സ്വരത്തോടുകൂടി കൂടി ചേരുമ്പോൾ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന പോലത്തെ അനുഭവം ഉണ്ടാകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഓരോ പ്രാവശ്യം ഞാൻ ജർമ്മനില് പാസ്റ്റർ സെന്ററിൽ ധ്യാനിപ്പിക്കുന്ന സമയത്ത് കരിസ്മാറ്റിക് ധ്യാനം ഫ്രണ്ട് ലൈനിൽ ഒരു സിസ്റ്ററിക്കുണ്ടായിരുന്നു. നമ്മളെല്ലാവരും നമുക്ക് കൈ കൊടുക്കാം. ഞാൻ നോക്കുമ്പോൾ സിസ്റ്റർ. അപ്പൊ എനിക്ക് വിഷമം. ഞാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരിനെ എന്താ വിചാരിക്കുക, ഞാനൊരു അച്ഛനാണ്. ഞാൻ അച്ഛനായിട്ട് കൈ പോകുന്നത് മടിയാണ്. സിസ്റ്ററിന് കൈ നോക്കിക്കൂടെ എന്നിങ്ങനെ വിളിച്ചില്ല. രണ്ടാമത്തെ ദിവസം ലഞ്ച് കഴിക്കാൻ വേണ്ടി വിട്ട സമയത്ത് ഞാൻ സിസ്റ്ററിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ സിസ്റ്റർ കയ്യിൽ നോക്കുന്നില്ലല്ലോ. അയ്യോ അച്ഛാ, ഭയങ്കര വേദനയാണ്. എന്താ വേദന? കൈ പോകുന്നില്ലേ? ആരെ പറഞ്ഞ സിസ്റ്റർ കൈ പോകുന്നില്ല? 7 കൊല്ലമായിട്ട് ഇത് പോകുന്നില്ല. ഇത്ര പോകുള്ളൂ നിങ്ങളുടെ ഒക്കെ ചെറിയ പൊക്കിയോ മൊത്താ പൊക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ എന്താണ് സംഭവിച്ചത്? മറ്റുള്ളവര് ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ചപ്പോൾ സിസ്റ്ററും നേരം കൊന്തി വേദനയോടെ വരും നേരം, വേദനയോടെ വരും, വേദനയെല്ലാം നീക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. കുന്നിന്നാഥേ മാതാവേ, വേദനയോടെ വരും നേരം, വേദനയെല്ലാം നീക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ.
എന്നിട്ട് ദൈവം നിങ്ങളുടെ മേൽ കരുണ കാണിക്കും. ആ അപ്പൻ പറയുന്നു നീ പോകണ്ട, അമ്മ പറയുന്നു പോകണ്ടായിരുന്നു, വീട്ടുകാരെല്ലാവരും പറയുന്നു പോകണ്ട, വ്യാഴ്ച പറയുന്നു നീ പോകണ്ടായിരുന്നു, എല്ലാവരും പറയുന്നു പോകണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നു ഞാൻ പോകും. ഏതോ ഒരു ശക്തി എന്നെ തള്ളുന്നതായിട്ട് എനിക്ക് അമ്മ അനുഭവപ്പെട്ടിട്ടുണ്ട്. മരിച്ചുപോയ ലൂയിസ് ഹെർബർട്ട് അച്ഛൻ, അന്ന് ബ്രദറായിരുന്നു, ഡീക്കണായിരുന്നു. അദ്ദേഹം മാത്രമാണ് എന്നോട് പറയുന്നത്, ബാങ്കോ നിനക്കന്നെ ഉള്ളത് തോന്നുന്നുണ്ടെങ്കിൽ നീ പിന്മാറണ്ട. ഞാൻ പറഞ്ഞതൊന്നും പറയണ്ട, ഞാൻ എല്ലാവരും എതിരാണെന്ന് അച്ഛൻ ബ്രദറിനറിയാൻ വന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും അതുപോലുള്ള അനുഭവങ്ങളുണ്ടാവും. ഏതോ ഒരു അദൃശ്യ ശക്തി നിങ്ങളെ പുഷ് ചെയ്യുന്നു. അത് പരിഷ്കാരങ്ങളുടെ പ്രവർത്തനമാണ്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ചിലപ്പോൾ നല്ലതാണോ തെറ്റാണോ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷെ എങ്ങനെയും നമ്മളൊരു തീരുമാനമെടുക്കുന്നു, അത് വളരെ ഗംഭീരമായ ഒരു തീരുമാനമായിട്ട് മാറിയതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് നമ്മൾ കൈ പിടിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈദിക ഞാൻ തോറ്റിട്ടില്ല, കാരണം പരിശുദ്ധാത്മാവിൽ അത്രയും ഞാൻ അള്ളി പിടിച്ചിരിക്കാറുണ്ട്. ഏത് സംഭവം ചിലർ പറയും ഭയങ്കര രാഷ്ട്രീയ, ശരി, ഞാൻ ഒരാൾക്കും കേൾപ്പില്ല. എനിക്ക് തോന്നിയത് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് എന്നെ തോന്നിപ്പിക്കും. പിന്നെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരും. ഹല്ലേലൂയ. വൈദികനായിട്ട് ഞാൻ പോയത് ഗുർദാസ്പൂർ ജില്ലയിലെ കണ്ണുവാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ യേശുവിനെ കുറിച്ച് പറയാൻ കിട്ടുന്ന അവസരങ്ങൾ, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് പറയാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി യേശുവിനെ കുറിച്ച് പറയണം. എങ്കിൽ മാത്രമേ ഞാൻ ദൈവത്തിന്റെ മകനാണ് എന്ന് പറയുവാനുള്ള, മകളാണ് എന്ന് അവകാശപ്പെടുവാനുള്ള ധൈര്യം നമുക്കുണ്ടാവുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 15 പ്ലാൻ ചെയ്തു. കാരണം 15 ഫോളോയിങ്, ഓരോ ഫോളോയിക്കും ഒന്ന് എന്നുള്ള ഇതില് അവര് നമ്മൾ ആരാധനാ കേന്ദ്രങ്ങൾ തുടങ്ങാൻ തുടങ്ങി. ഓരോന്നും തുടങ്ങി 11 ആയപ്പോഴാണ് കേസ് വരുന്നത്. അപ്പൊ കേസാണ് 7ാമത്തെ ഘട്ടം. ഒരു വിധത്തിലും എനിക്ക് ഒരു ഭയം ഉണ്ടായിരുന്നില്ല. ഇത് ചെകുത്തന്റെ പണിയായിട്ട് പിടിച്ച് കെട്ടത് തന്നെ വേണം. അപ്പോ ഞാൻ ഒരു ദിവസം കൊണ്ടുകൊടുത്താലും ഫോട്ടോ നോക്കിക്കൊണ്ടുകൊടുത്താലും ഞാൻ ഓർത്തു, ഇന്ന് ഈ മാതാവിനെ കൊന്നത് പെന്തക്കോസ്ത് നിങ്ങൾ ആഘോഷിക്കാനായിട്ട് നിങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ ഈ കുന്ന് ഇറങ്ങി നിങ്ങൾ പോകുമ്പോൾ മറ്റുള്ളവർ നിങ്ങളിൽ വ്യത്യാസം കാണണം, ബലമുള്ളവരായി കാണണം, എന്ത് വന്നാലും തകരാത്തവരായിട്ട് കാണണം. അത് നമ്മുടെ തരത്തിലുള്ള ആശ്രയമല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള ആശ്രയമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഏത് സാഹചര്യത്തിലായാലും നമുക്ക് ഈ ബലം വേണം, കർത്താവിന്റെ ശക്തി വേണം. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ ന്യായാധിപന്മാർ 13 വാക്യം 2. സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാളുണ്ടായിരുന്നു. അവന്റെ ഭാര്യ വന്ധ്യയായിരുന്നു, അവർക്ക് മക്കളില്ലായിരുന്നു. 3 വാക്യം 3. കർത്താവിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. വാക്യം 4. അതുകൊണ്ട് നീ സൂക്ഷിക്കും.
സൂക്ഷിക്കണം. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. ഒരു ഗർഭിണിയെ ഒരു പുത്രനെ പ്രസവിക്കും, അവന്റെ തലയിൽ ക്ഷൗര കത്തി തുടരുത്, മുടിവെട്ടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസിർ വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. അവന്റെ പേര് പറയാമോ? തിമ്നായിലേക്ക് പോയി അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവന്റെ നേരെ അലറി വന്നു. വാക്യം 6. കർത്താവിന്റെ ആത്മാവ് അവനെ ശക്തമായി ആകർഷിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവിന്റെ ഈ ആവാസത്തിന് വേണ്ടി തീവ്രമായി ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുക. അവൻ കിട്ടും, കിട്ടും, ഒരു സംശയമില്ല. ധൈര്യം തന്നെ വരും. ഭർത്താവ് മരിച്ചതിന് ശേഷം വെറും അബലയായ പരിശുദ്ധാത്മാവിന്റെ കൃപ നമുക്ക് കിട്ടും, അഭിഷേകം നമുക്ക് കിട്ടും, വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും നമുക്ക് കിട്ടും. അല്ലെങ്കിലോ എല്ലാം ഒരു ഞാൻ പാപത്തിൽ വീണു പോകുന്നു. എന്റെ ഈശോയെ, പാപത്തിൽ വീഴുമ്പോഴെല്ലാം ഞാൻ അനുഭവിച്ച് കുമ്പസാരിച്ച് പാപമോചനം തേടാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. എന്റെ ഈശോയെ, നിന്റെ കരുണയുടെ ഒരു ചെറിയ കിരണം കൊണ്ട് എന്നെ പ്രകാശിപ്പിക്കണമേ. എന്റെ ജീവിതങ്ങളാണ്. 6ാമത്തെ വാതിൽ നമ്മുടെ മെമ്മറി, സ്മൃതി, ഓർമ്മകൾ അടയ്ക്കണം. ചിലതൊന്നും ഓർക്കണം. 7ാമത്തെ വാതിൽ നമ്മുടെ ഭാവന, ഇമാജിനേഷൻ. 5 പഞ്ചേന്ദ്രിയങ്ങൾ, 6ാമത്തെ ഓർമ്മ, 7ാമത്തെ ഭാവന. ഈ 7 വാതിലുകൾ നമ്മൾ അടയ്ക്കണം. ഈ വാതിലുകളിലൂടെയാണ് സാത്താൻ നമ്മുടെ ഉള്ളിലേക്ക് കയറുക. വാതിൽ അടച്ചാൽ അവൻ പുറത്തു നിന്നും നമ്മുടെ അനുവാദത്തോടും മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മെ തന്നെ പരിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നില്ല എന്ന് പരിശുദ്ധാത്മാവ് കണ്ടാൽ ഗുഡ് ബൈ പറഞ്ഞ് ആൾ അറിയുന്നു. പിന്നെ നമ്മൾ ബലഹീനമാണ്. ആർക്കും സാംസന്റെ അവൻ പിടിച്ചെടുത്തുള്ള കണ്ണുകൾ ചൂണ്ടെടുത്ത പോലെ നമ്മയും മറ്റുള്ളവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് പരിശുദ്ധാത്മാവെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ നമ്മെ തന്നെ പരിശുദ്ധരായിട്ട് കാത്തു സൂക്ഷിക്കണം. 3 ദുരാശകളാണ് ഉള്ളത്. 1 യോഹന്നാൻ 2:16 പറയുന്നു, കണ്ണിന്റെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, അഹന്ത, ജീവിതത്തിന്റെ അഹന്ത. ഒന്ന് പറഞ്ഞ കണ്ണിന്റെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത. ഈ 3 1 യോഹന്നാൻ 2:16 എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ആദ്യം വന്നത് എവിടെയാണെന്നറിയൂ? പറയുന്നു, ആ വൃക്ഷത്തിന്റെ ഫലം തിന്നാൻ ആസ്വാദികരം, തിന്നാൻ ആസ്വാദികരം. ജഡത്തിന്റെ ദുരാശ. കണ്ണുകൾക്ക് കൗതുകകരം, കണ്ണിന്റെ ദുരാശ. അറിവേകാൻ, ഈ ഫലം തിന്നാൽ അറിവേകാൻ അഭികാമ്യം, അഹന്ത. ആദം വീണു, സാത്താൻ വീണെടുത്ത്
അവൻ മനുഷ്യരെ വീഴ്ത്തിച്ചു, വെട്ടി വീഴ്ത്തി അവരെ. ഇനി രക്ഷപ്പെടണമെങ്കിൽ ആ വീണ്ടെടുത്ത് നിന്ന് വേണം ഉയർത്താൻ. ഈ മൂന്നെണ്ണം, കണ്ണിന്റെ നിരാശ, ജഗത്തിന്റെ നിരാശ, ജീവിതത്തിന്റെ അഹങ്ക, ഈ മൂന്ന് കെണികളിൽ മനുഷ്യൻ വീണുപോയി. അവിടുന്ന് രക്ഷപ്പെടണം. അവിടെ കാണാൻ ഉയർത്തേണ്ടത്. ബാസ്കറ്റ്ബോൾ കളിയിൽ തോറ്റിട്ട് ഫുട്ബോൾ ജയിച്ചാൽ പോരാ. ബാസ്കറ്റ്ബോൾ തോറ്റിട്ട് അവിടെ വേണം ജയിക്കാൻ. അങ്ങാടിയിൽ തോറ്റാൽ അമ്മയുടെ നെഞ്ചത്തല്ല കയറണ്ടേ, അങ്ങാടിയിൽ പോയി ജയിച്ചിട്ട് പോരാ എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ഈ മൂന്ന് മേഖലകളിലാണ് പിശാച് മനുഷ്യനെ വീഴ്ത്തിയത്. നമുക്ക് നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും പരിശുദ്ധമാക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. നമ്മുടെ മേൽ അന്നാവെള്ളം തെളിച്ച് വൈദികൻ നമ്മെ നിർമ്മലരാകും. പ്രാർത്ഥനയിൽ ഒഴുകിയിരുന്നു. അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 2:1 മുതൽ 4 വരെ പരിശുദ്ധാത്മാവ് വരുന്നത് അവിടെയാണ്. ആ മുകളിലത്തെ മുറിയിൽ പരിശുദ്ധ അമ്മയുമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അന്യപാടത്തല്ല, റോഡുകളിലല്ല, നമ്മൾ മുകളിലത്തെ മുറിയിലാണ്. അതാണ് ഈ കുന്ന്. നമ്മോടൊപ്പം പരിശുദ്ധ അമ്മയുമുണ്ട്. ഇതിനേക്കാൾ മനോഹരമായ ഒരു അന്തരീക്ഷം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് നമുക്ക് ലഭിക്കാനില്ല. യേശുവിന്റെ അപ്പസ്തോലന്മാരെ പോലെ ഉണ്ടായിരുന്നത് ഇന്ന് അപ്പസ്തോലന്മാരുടെ സ്ഥാനം വഹിക്കുന്ന ഒരു ബിഷപ്പ് നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും മനോഹരമായ ഒരു അന്തരീക്ഷം.
താങ്ങി